അവസാനം പവനായി ശവമായി. ഈ വരുന്ന മാർച്ചിലും അർജന്റീനൻ ടീമോ ലയണൽ മെസ്സിയോ ഒന്നും കേരളത്തിൽ എത്തില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. മെസ്സിയുടെ വരവുമായിട്ട് ബന്ധപ്പെട്ട പിരിവുകളിലൂടെ സ്പോൺസർ നേടിയത് കോടികളാണ്. മെസ്സിയെ കൊണ്ടുവരുമെന്നും ഇതിനായിട്ട് 70 കോടി രൂപ ചെലവിൽ സ്റ്റേഡിയം പുതുക്കി പണിതും അങ്ങനെയൊക്കെ വലിയ വാഗ്ദാനങ്ങളായിരുന്നു ഈ സ്പോൺസറുടെ ഭാഗത്തു നിന്നുണ്ടായത്. എല്ലാം വൃഥാവിലായി. മെസ്സി കേരളത്തിൽ വരില്ല, പക്ഷെ ഇന്ത്യയിൽ വരും. ഇന്ത്യയിൽ എന്ന് പറയപ്പെടുമ്പോൾ ഹൈദരാബാദിലാണെന്ന് മാത്രം. സമയപരിധി അവസാനിച്ചതോടെ കലൂർ സ്റ്റേഡിയത്തിലെ നവീകരണ ജോലികൾ പാതി വഴിയിൽ നിർത്തി സ്റ്റേഡിയം GCDA തിരിച്ചേൽപ്പിച്ച് സ്പോൺസർ നൽകുന്നത് ഇനി മെസ്സി വരില്ല എന്നുള്ള സന്ദേശം തന്നെയല്ലേ? ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യക്തത വരുത്തുവാൻ GCDA വിശദീകരണം നൽകേണ്ടതുണ്ട്. വ്യക്തമായ കരാറില്ലാതെയായിരുന്നു സ്റ്റേഡിയം GCDA സ്പോൺസർക്ക് കൈമാറിയത്. മെസ്സി അടങ്ങുന്ന അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുമെന്ന സ്പോൺസറുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ഈ പ്രവർത്തികളൊക്കെ നടന്നത് എന്നുള്ളതാണ്. മെസ്സി കേരളത്തിൽ വരുന്നതാണ് ഇപ്പോഴും സ്പോൺസർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ സ്റ്റേഡിയത്തിലെ നവീകരണം തുടരേണ്ടതല്ലേ? എന്തുകൊണ്ട് നിർത്തിവെച്ചു? എന്നാൽ ഇപ്പോൾ സ്റ്റേഡിയം കൈമാറുന്നു. ഇതോടെ മെസ്സി മാർച്ചിലെ അന്താരാഷ്ട്ര വിൻഡോയിലും കേരളത്തിൽ എത്തില്ല എന്നുള്ള കാര്യമല്ലേ ഇതിലൂടെ ഉറപ്പാകുന്നത്? മെസ്സി കേരളത്തിൽ വരുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ച ദിവസം നവംബർ 16 ആയിരുന്നു. രാജ്യമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മെസ്സിയുടെ ഗോഡ് ടൂർ 2025 ഹൈദരാബാദിനെ കൂടി ഉൾപ്പെടുത്തി എന്നുള്ള സ്ഥിരീകരണം വന്നപ്പോഴും അവിടെയും കേരളത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടില്ല. 2025 ഡിസംബർ 13 ഉപ്പലിലെ രാജീവ് ഗാന്ധി രാജ്യാന്തര സ്റ്റേഡിയത്തിൽ രേവന്ത് റെഡ്ഡി 9 ലയണൽ മെസ്സി 10 എന്ന സ്വപ്നതുല്യമായ മത്സരത്തിനും ഹൈദരാബാദ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. കൊച്ചിക്ക് പകരമാണ് ഈ മത്സരം നടക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ പ്രഖ്യാപനത്തോടെ മെസ്സി കേരളത്തിൽ വരില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഇതോടുകൂടിയാണ് സ്പോൺസർ സ്റ്റേഡിയം കൈമാറിയിരിക്കുന്നത്. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ സൗഹൃദ മത്സരത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 26 ഈ പറയുന്ന സ്പോൺസർ സ്റ്റേഡിയം ഏറ്റെടുക്കുന്നത്. നവംബർ 30 നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നായിരുന്നു സ്പോൺസർ അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ സ്റ്റേഡിയത്തിന്റെ ചുറ്റുമതിൽ, പാർക്കിംഗ്, കവാടത്തിലെ നിർമ്മാണ പ്രവർത്തികൾ, സ്റ്റേഡിയത്തിന് അകത്തെ പ്രവർത്തനങ്ങൾ എന്നിവയൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല. നിലവിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ കഴിയുന്ന അവസ്ഥയിലേ അല്ല ഈ സ്റ്റേഡിയം. അപ്പോൾ സ്റ്റേഡിയത്തിന്റെ പറമ്പിലെ മരമെല്ലാം വെട്ടിമാറ്റുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ലയണൽ മെസ്സിയെ കൊണ്ടുവരുമെന്നും ഇതിനായിട്ട് 70 കോടി രൂപ ചെലവിൽ സ്റ്റേഡിയം പുതുക്കിപ്പണിയുമെന്നായിരുന്നു സ്പോൺസറുടെ വാഗ്ദാനം. ഇതിന് പിന്നാലെ സ്റ്റേഡിയത്തിന്റെ ചുറ്റുമുതൽ, പുതിയ കവാടം, സീറ്റ് മാറ്റൽ, മാത്രമല്ല VVIP ഏരിയയുടെ പുതുക്കിപ്പണിയൽ, ഫ്ലഡ് ലൈറ്റുകൾ, ടർഫ് നവീകരണം അടക്കമുള്ള ജോലികൾ ആരംഭിക്കുകയും ചെയ്തു. അർജന്റീനിയൻ ടീമിന്റെ വരവ് ഉറപ്പിക്കാതെയായിരുന്നു പക്ഷേ ഈ പരിപാടികളെല്ലാം നടന്നത് എന്നുള്ളതാണ്. ആകെ പറ്റിയത് എന്താണ്? സ്പോൺസർ ചെയ്ത കാര്യം നമ്മുടെ സ്റ്റേഡിയത്തിന് ചുറ്റുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി. എന്തായാലും മരങ്ങളോട് പ്രിയമുള്ളവരാണ് ഈ സ്പോൺസർമാർ എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തില്ലെന്ന് ഒക്ടോബറിൽ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഇതോടെയാണ് നിർമ്മാണ പ്രവർത്തികളിൽ ഒരു മെല്ലപ്പോക്ക് തുടർന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെതിരെ സ്റ്റേഡിയം കെട്ടിടത്തിലെ കടയുടമകൾ രംഗത്തെത്തി. പെയിന്റിംഗ് ജോലികളും പുതിയ സീറ്റ് ഘടിപ്പിക്കുന്നതും പകുതിയോളം പൂർത്തിയായി വെച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടായത്. GCDA നേരിട്ട് സ്റ്റേഡിയം കൈമാറിയിട്ടില്ല എന്നും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് കരാറെന്നുമായിരുന്നു GCDAയുടെ വാദം. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ GCDA പണം ചെലവഴിച്ചതിന്റെ രേഖകൾ പിന്നീട് പുറത്തു വരികയും ചെയ്തു. അപ്പോൾ കരാർ കാലാവധി അവസാനിച്ചതോടെ സ്റ്റേഡിയം കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ തിരിച്ചെടുത്തു. പൂർത്തിയാകുവാനുള്ള ജോലികളിൽ ഏതാനും ചിലത് സ്പോൺസർ ചെയ്യുമെന്നാണ് GCDA ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും മലയാളികൾക്ക് ഹൈദരാബാദിൽ പോയാൽ ഇപ്പോൾ മെസ്സിയെ കാണാൻ പറ്റും. അതാണ് നമുക്ക് ആകെ പറയാൻ കഴിയുന്ന ഒരു കാര്യം. അല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്റ്റേഡിയത്തിൽ മെസ്സി വരുമെന്നോ മെസ്സിയുടെ അർജന്റീന കളിക്കുമെന്നോ നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. മെസ്സി നയിക്കുന്ന ടീമിനെ ഹൈദരാബാദിൽ നേരിടുന്നത് തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി നയിക്കുന്ന ടീമാണ് എന്നുള്ള പ്രത്യേകത കൂടി അവിടെ ഉണ്ട്. രേവന്ത് റെഡ്ഡി 9-ാം നമ്പർ ജേഴ്സിയും മെസ്സി 10-ാം നമ്പർ ജേഴ്സിയും ധരിച്ചായിരിക്കും കളത്തിലിറങ്ങുക എന്നുള്ളതാണ്. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ നിന്നുള്ള ഫുട്ബോൾ പ്രതിഭകളായിരിക്കും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടാകുക. ഡിസംബർ 13 ഹൈദരാബാദ് മെസ്സിയെ സ്വാഗതം ചെയ്യുകയും കളിക്ക് ആതിഥേയത്വം വഹിക്കുകയും ചെയ്യും. നമ്മുടെ നാടിനും മെസ്സി എന്ന ഇതിഹാസത്തെ കാണാൻ സ്വപ്നം കണ്ട ഓരോ ഫുട്ബോൾ ആരാധകനും സത്യത്തിൽ ഇത് ആവേശകരമായ നിമിഷമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അഭിമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ഹൈദരാബാദ് ഒരുങ്ങുന്നത്. അപ്പോഴും മെസ്സിയുടെ ഹൈദരാബാദ് സന്ദർശനം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് അവിടുത്തെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കം അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമത്തിൽ കുറിപ്പിട്ടത്. മെസ്സിയും ഇൻസ്റ്റഗ്രാമിൽ ഈ ഹൈദരാബാദ് സന്ദർശനത്തെക്കുറിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്നേഹത്തിന് നന്ദി. ഗോഡ് ടൂർ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആരംഭിക്കും. കൊൽക്കത്ത, മുംബൈ, ഡൽഹി എന്നിവിടങ്ങൾക്കൊപ്പം ഹൈദരാബാദിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഉടൻ കാണാം ഇന്ത്യ എന്നാണ് മെസ്സി അതിനകത്ത് ആ കുറിപ്പിൽ പറയുന്നത്. അതേസമയം അഹമ്മദാബാദിനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനു ശേഷമാണ് ഹൈദരാബാദിനെ ഗോഡ് ഇന്ത്യ ടൂറിൽ ഉൾപ്പെടുത്തിയത് എന്നും അതല്ല അർജന്റീനയുടെ കൊച്ചിയിലെ സൗഹൃദ മത്സരം റദ്ദാക്കിയതിനെ തുടർന്നാണ് ഹൈദരാബാദിനെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് എന്നൊക്കെയാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ കൂടിയും എന്തോ ആയിക്കോട്ടെ, കേരളത്തിനോ കൊച്ചിക്കോ കഴിഞ്ഞില്ലല്ലോ, ഹൈദരാബാദിന് കഴിഞ്ഞല്ലോ. അവർ മെസ്സിയെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഡിസംബർ 13 കൊൽക്കത്തയിൽ നിന്നായിരിക്കും മെസ്സിയുടെ ഇന്ത്യൻ പര്യടനം ആരംഭിക്കുന്നത്. അതേ ദിവസം വൈകുന്നേരം ഹൈദരാബാദിലും മെസ്സി എത്തും. തുടർന്ന് ഡിസംബർ 14 മുംബൈയിലും ഡിസംബർ 15 ഡൽഹിയിലും മെസ്സി സന്ദർശനം നടത്തും. രാജ്യ തലസ്ഥാനത്ത് വെച്ച് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമെന്ന് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഡൽഹിയിലായിരിക്കും പര്യടനം സമാപിക്കുക. സെലിബ്രിറ്റി ഫുട്ബോൾ മത്സരങ്ങൾ, സംഗീത പരിപാടികൾ, മീറ്റ് ആൻഡ് ഗ്രേറ്റ് സെക്ഷനുകൾ, കുട്ടികൾക്കുള്ള മാസ്റ്റർ ക്ലാസുകൾ, അനുമോദന ചടങ്ങുകൾ എന്നിവയൊക്കെ ഈ പര്യടന പരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഹൈദരാബാദിലേക്കും ഇന്ത്യയിലേക്കുമുള്ള സന്ദർശനം അത് മുംബൈയിലാണെങ്കിലും കൊൽക്കത്തയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും നടത്തുകയും ഒപ്പം തന്നെ ഹൈദരാബാദിലും അദ്ദേഹം മെസ്സി എത്തപ്പെടുന്നുണ്ട്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ നമ്മുടെ കേരളത്തിലേക്ക് അദ്ദേഹം വരില്ല എന്നുള്ള കാര്യം ഉറപ്പായി. ആകെ അതിനകത്ത് നടന്നത് കോടികൾ അടിച്ചു മാറ്റാൻ കഴിഞ്ഞു ഈ സ്പോൺസറിനെ പോലുള്ളവർക്ക്. ഇതിനകത്ത് സ്റ്റേഡിയവും അല്ലെങ്കിൽ മെസ്സിയുടെ വരവും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ പിരിവുകൾ നടത്തി. ആ പിരിവുകളിലൂടെ കോടികൾ നേട്ടം കൊയ്യുവാൻ എല്ലാവർക്കും കഴിഞ്ഞു. അത്തരത്തിൽ നേട്ടം കൊയ്തവരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ഏറ്റവും മുൻപിലായിരിക്കും ഈ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയ ആ സ്പോൺസർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അവസാനം പവനായി ശവമായി മാറുകയാണ്. എന്തൊക്കെ ബഹളമായിരുന്നു. സ്റ്റേഡിയം പണിയുന്നു, മന്ത്രി എത്തുന്നു, സ്പോൺസർമാർ വലിയ തള്ളാണ് തള്ളിയത്. അവസാനം ഒന്നും നടന്നില്ല. മെസ്സിയുമില്ല, കളിയുമില്ല. കഷ്ടമാണ് കേരളത്തിൻ്റെ കാര്യം, കഷ്ടമാണ് കേരള സർക്കാരിൻ്റെയും കാര്യം.